വെൽക്കം. തഹ്മാനാണ്. കാർഡിയോവാസ്കുലർ സിസ്റ്റം അനാറ്റമി ആൻഡ് ഫിസിയോളജി. നമ്മളിപ്പോൾ 11ാമത്തെ വീഡിയോയിലെത്തി. ആൻഡ് ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത് ബ്ലഡ് പ്രഷർ റെഗുലേഷൻ ആണ്. ഹൗ വി റെഗുലേറ്റ് അവർ ബ്ലഡ് പ്രഷർ. എങ്ങനെയാണ് ശരീരം ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നത്? ഇതാണ് നമ്മുടെ ബേസിക് പ്ലോട്ട്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിനും ഇതിനിടയിലുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് പോകാം. ബ്ലഡ് ഫ്ലോയുടെ എയിം എന്താണ്? ബ്ലഡ് ഫ്ലോയുടെ എയിം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഓർഗനിലും അല്ലെങ്കിൽ എല്ലാ ഭാഗങ്ങളിലും ശരിയായ തോതിൽ രക്തം എത്തിച്ചുകൊണ്ടിരിക്കുക എന്നാണ് സ്ഥിരമായിട്ട്. പക്ഷെ ചില ഓർഗൻസിന് കൂടുതൽ ബ്ലഡ് വേണം, ചില ഓർഗൻസിന് അത്രയും ബ്ലഡിന്റെ ആവശ്യമില്ല. പക്ഷെ ചിലപ്പോൾ ചില സമയങ്ങളിൽ ചില ഓർഗൻസിന് കൂടുതലായിട്ട് ബ്ലഡ് വേണ്ടി വരും, രക്തം വേണ്ടി വരും. ആ സമയത്ത് ബ്ലഡിന്റെ ഫ്ലോയിൽ ചില റെഗുലേഷൻ ശരീരം സ്വയം നടത്തും. ഉദാഹരണം, നമ്മളൊരു കല്യാണത്തിനൊക്കെ പോകുന്നു, നല്ല ബിരിയാണിയൊക്കെ അടിക്കുന്നു, ഓക്കെ, വയറ്റിലേക്ക് അപ്പോൾ കൂടുതൽ ബ്ലഡ് സപ്ലൈ വേണ്ടി വരും. അപ്പൊ ബ്രെയിനിലേക്ക് വേണോ? വേണ്ട, ബ്രെയിനിലേക്ക് വേണ്ട. വയറ്റിലേക്ക് കൂടുതൽ കൊടുക്കണം, അപ്പോൾ നമുക്ക് ഉറക്കം വരും. അതാണ് നമ്മൾ വയറ് നിറച്ച് തിന്നു കഴിയുമ്പോൾ ഉറക്കം വരുന്നത്. സിമ്പിളാണ്. ഇനി എക്സസൈസ് ചെയ്യുന്ന ഒരാളാണെങ്കിലോ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും സ്കെലിറ്റൽ മസിൽസിലേക്ക് കൂടുതൽ രക്തം കൊടുക്കേണ്ടി വരും. അപ്പോൾ സ്കെലിറ്റൽ മസിലൊക്കെ ചൂടാകുമ്പോഴത്തേക്കും ബോഡി സ്കിന്നിലേക്ക് ബ്ലഡ് സപ്ലൈ കൂട്ടേണ്ടി വരും, വേർപ്പൊക്കെ ഉണ്ടാക്കണം. സോ അങ്ങനെയും. സോ ദീസ് ആർ സം ഫിസിയോളജിക്കൽ സ്റ്റേറ്റ്സ് where this blood flow is regulated. നമുക്ക് ബ്ലഡ് പ്രഷർ റെഗുലേഷൻ ആണ് പറയേണ്ടത്. പക്ഷെ അത് പറയുന്നതിന് മുമ്പ് നോർമൽ ബ്ലഡ് പ്രഷറിന്റെ പ്രധാനപ്പെട്ട ഡിറ്റർമിനൻസ് നമ്മൾ നേരത്തെയും കാർഡിയാക് ഔട്ട്പുട്ട് ഡിറ്റർമിനൻസ് അല്ലെങ്കിൽ സ്ട്രോക്ക് വോളിയം ഡിറ്റർമിനൻസ് എല്ലാം പറഞ്ഞു. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ, നോർമൽ ബ്ലഡ് പ്രഷറിന്റെ ഡിറ്റർമിനൻസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. സോ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെയാണ് സാധാരണ? വൺ കാർഡിയാക് ഔട്ട്പുട്ട് തന്നെയാണ്. കാർഡിയാക് ഔട്ട്പുട്ട് ഈസ് നമ്പർ 1. രണ്ടാമത്തത് ഹേർട്ട് റേറ്റ്. സോ ഇത് രണ്ടും ലോക്കൽ ഫാക്ടേഴ്സ് ആണ്. ഹൃദയത്തിന്റെ അല്ലെങ്കിൽ ഹേർട്ട് റേറ്റ് സാധാരണ രീതിയിൽ അല്പസ്വല്പം വ്യത്യാസം വന്നാലൊന്നും ബി.പിയിൽ കാര്യമായിട്ടൊന്നും എഫക്ട് ചെയ്യില്ല. പക്ഷെ അമിതമായ ഹേർട്ട് റേറ്റ് ഒക്കെ വ്യത്യാസം വന്നു കഴിയുമ്പോഴത്തേക്കും ദാറ്റ് ക്യാൻ അഫക്ട് ദ ബ്ലഡ് പ്രഷർ. ഹേർട്ട് റേറ്റ് നിയന്ത്രിക്കുന്ന ആരാണ്? ഹേർട്ട് റേറ്റ് നിയന്ത്രിക്കുന്നത് ഓട്ടോണമിക് നെർവസ് സിസ്റ്റം ആണ്. ഓട്ടോണമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്, ദെൻ പിന്നെ പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. ഇത് രണ്ടും ഉണ്ട്. സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിന് ഹൃദയത്തിൽ നല്ല പ്രവർത്തനമുണ്ട്. സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ഹൃദയത്തിലെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. മൊത്തം ഹാർട്ടിൽ ഇങ്ങനെ അങ്ങോട്ട് അതിന്റെ നെർവസ് സിസ്റ്റം ഉണ്ട്. പക്ഷെ അതുക്കും മേലെ നിയന്ത്രിക്കുന്ന ശരിക്കും പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആണ്. സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം അഡ്രിനാലിൻ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നോറഡ്രിനാലിൻ, കിഡ്നിയുടെ മുകളിലുള്ള അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്ന് വരുന്നതാണ്. സോ നോറഡ്രിനാലിൻ ഇതൊക്കെയാണ് ഹൃദയത്തിന്റെ റേറ്റ്, ഹാർട്ട് റേറ്റ്, ദെൻ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ, ദെൻ പിന്നെ കൺട്രാക്ടിലിറ്റി ഓർ കണ്ടക്ടിവിറ്റി ഒക്കെ സ്ഥിരമായിട്ട് നിയന്ത്രിക്കുന്നത് അഡ്രിനാലിൻ, നോറഡ്രിനാലിനാണ്. പക്ഷെ ഇതാണ് നോർമൽ അവസ്ഥ. നോർമൽ അവസ്ഥയിൽ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആണ് ഹൃദയത്തെ കൺട്രോൾ ചെയ്യുക. പക്ഷേ അതുക്കും മേലെ ഇത് കൂടരുത് അല്ലെ. ഈ സംഭവം ഇങ്ങനെ അമിതമായി കൂടാതിരിക്കാനായിട്ട് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ബൈ വാഗസ് നെർവ് വഴി ഇവിടെയും ഒക്കെ കണക്ഷൻ ഉണ്ട്. SA നോഡിലും AV നോഡിലൊക്കെ ഒരു ചെക്കിംഗ് ഉണ്ട്. അമിതമാവാതെ നോക്കുന്ന അപ്പൊ പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആണ്. സോ വാഗസ് നെർവ്, ഇപ്പൊ നമ്മൾ വാഗസ് നെർവ് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ അറിയാം, ഹൃദയത്തിന്റെ കൺട്രോൾ ഒക്കെ പോയിട്ട് ഹൃദയം അമിതമായിട്ട് ഭയങ്കരമായിട്ട് ഹേർട്ട് റേറ്റ് കൂടുന്നത് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം കട്ട് ചെയ്യുമ്പോഴാണ്. സോ ദിസ് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ഹാസ് lot of inhibitory control over the. സോ ഇവനാണ് ശരിക്കും പുലി കൺട്രോൾ ചെയ്യുക. ഇനി മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് പെരിഫറൽ റെസിസ്റ്റൻസ് ആണ്. പെരിഫറൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇത് പെരിഫറൽ റെസിസ്റ്റൻസ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ബ്ലഡ് വെസൽ ആണ്. പെരിഫറൽ റെസിസ്റ്റൻസ് കൂടുകയെന്ന് വെച്ചാൽ ഫ്ലോ ഓഫ് ദ ബ്ലഡിനുള്ള ഫ്ലോ ഒക്കെ റെസിസ്റ്റൻസ് കൂടുക എന്നാണ്. ദാറ്റ് മീൻസ് ഇൻക്രീസ്ഡ് ബ്ലഡ് പ്രഷർ ആയിരിക്കും ഉണ്ടാകും. രക്തക്കൊല്ലമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. BP ഈസ് ഈക്വൽ ടു കാർഡിയാക് ഔട്ട്പുട്ട് ഇൻറ്റു പെരിഫറൽ റെസിസ്റ്റൻസ് എന്നാണ് നമ്മൾ സാധാരണ പഠിക്കുമ്പോൾ പറയാം. ഇനി നാലാമത്തത് ബ്ലഡ് വോളിയം ആണ്. നമുക്കറിയാം, ബ്ലഡ് വോളിയം കൂടിയാലും കുറഞ്ഞാലും അത് BP എഫക്ട് ചെയ്യും. ദെൻ അഞ്ചാമത്തത് വീനസ് റിട്ടേൺ ആണ്. വീനസ് റിട്ടേൺ നമ്മൾ വിശാലമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. എത്ര ബ്ലഡ് ഹൃദയത്തിൽ എത്തുന്നു എന്നനുസരിച്ചിരിക്കും കാർഡിയാക് ഔട്ട്പുട്ട്. കൂടുതൽ ബ്ലഡ് എത്തിക്കഴിഞ്ഞാൽ ഹാർട്ട് പമ്പ് ചെയ്യുമ്പോൾ കൂടുതൽ ബ്ലഡ് പുറത്തേക്ക് പോകും. ഇനിയുള്ളത് ആറാമത്തൊക്കെ ബ്ലഡ് വെസലിനെ സംബന്ധിച്ച് പെരിഫറൽ റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള തന്നെയാണ്. ബ്ലഡ് വെസൽസിന്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് ദ ബ്ലഡ് വെസൽസ് ആണ്. ദെൻ ബ്ലഡ് വെസൽസിന്റെ ഡയമീറ്റർ, ഉദാഹരണം ചില അസുഖങ്ങൾ അത്തീറോസ്ക്ലീറോസിസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഇതിന്റെ ഡയമീറ്റർ കുറയും, ഓക്കെ, വ്യത്യാസം വരാം. സോ ഇതെല്ലാം ബ്ലഡ് പ്രഷറിനെ ബാധിക്കാം, നിയന്ത്രിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ബ്ലഡ് വെസൽസ് കൂടുതലായിട്ട് ഡയലേറ്റ് ചെയ്യുന്നതായിരിക്കാം. സോ ബ്ലഡ് വെസൽസ് ഇപ്പോൾ കൂടുതലായിട്ട് ഡയലേറ്റ് ചെയ്തു. ബ്ലഡ് വെസൽസ് ഇങ്ങനെയായിരുന്നു, ബ്ലഡ് വെസൽ ഇങ്ങനെയായി. അപ്പൊ എന്ത് പറ്റും? ബ്ലഡ് ഇങ്ങോട്ടേക്ക് കൂടുതലായിട്ട് പോകും. സോ അപ്പൊ എന്ത് ചെയ്യും? ഹൃദയം കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും അല്ല. അതിന് നമ്മൾ പറയാ റിഫ്ലക്സ് ടാക്കികാർഡിയ എന്നാണ്. റിഫ്ലക്സ് ടാക്കികാർഡിയ. ഹൃദയം കൂടുതലായിട്ട് ഇടിക്കുമ്പോഴത്തേക്കും കാർഡിയാക് ഔട്ട്പുട്ട് കൂടും. കാർഡിയാക് ഔട്ട്പുട്ട് കൂടുമ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യും.
സോ ഹേർട്ട് ബീറ്റും ഹേർട്ട് പമ്പിങ്ങും ഒക്കെ കൂട്ടിയിട്ടായിരിക്കും ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ റെഗുലേറ്റ് ചെയ്യുക. പക്ഷെ നമുക്ക് പ്രധാനം ഇനി പറയേണ്ടത് പക്ഷെ അതല്ല, ഹൗ BP ഈസ് റെഗുലേറ്റഡ്. നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് BP റെഗുലേറ്റ് ചെയ്ത, ഇതാണ് നമ്മുടെ 10 മാർക്ക് ക്വസ്റ്റ്യൻ. 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരം ചോദ്യമാണ്. ഡിസ്കസ് ദ റെഗുലേഷൻ ഓഫ് ബ്ലഡ് പ്രഷർ. അതാണ് ബ്ലഡ് പ്രഷർ റെഗുലേഷൻ എങ്ങനെയാണ് എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് അതിന്റെ ഒരു ഫിലോസഫിക്കൽ ഐഡിയാസ് എപ്പോഴും നമ്മുടെ ഉള്ളിൽ വേണം. നമ്മളെപ്പോഴും ബ്ലഡ് പ്രഷർ എന്നൊക്കെ പറയുന്നത് ആക്ച്വലി വി ആർ ടോക്കിംഗ് അബൌട്ട് ആർട്ടീരിയോൾസിനെ പറ്റിയാണ്. ആർട്ടീരിയോൾസ് എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ ബ്ലഡ് വെസൽസ് ആണ് ആർട്ടീരിയോൾസ്. സോ ഈ ആർട്ടീരിയോൾസിനെ നമ്മൾ വിളിക്കുന്നത് എന്താ? നമ്മൾ വിളിക്കുന്നത് റെസിസ്റ്റൻസ് വെസൽസ് എന്നാണ്. റെസിസ്റ്റൻസ് വെസൽ എന്ന് നമ്മൾ വിളിക്കുന്നത് ആർട്ടീരിയോൾസിനെ പറ്റിയാണ്, ആർട്ടീരിയോൾ ബ്ലഡ് വെസൽസിനെ പറ്റിയാണ്. ഇതിന്റെ ഉൾവട്ടം, ഇതിന്റെ ഡയമീറ്റർ ഒക്കെ ഉള്ള വ്യത്യാസമാണ് ബ്ലഡ് പ്രഷർ വേരിയേഷൻ ഉണ്ടാക്കുന്നത്. ഈ ചുരുങ്ങുന്നതും, ഇത് ആർട്ടീരിയോൾ ചുരുങ്ങുന്നതും വികസിക്കുകയല്ല, മറ്റ് രക്തക്കുഴലുകളെയും ബാധിക്കും. സോ പ്രധാനമായിട്ടും ആർട്ടറീസിനെയും ബാധിക്കും. ഇപ്പോൾ വെയിൻസിനെ നമ്മൾ വിളിക്കുക, ചെറിയ വെയിൻസിനെയൊക്കെ നമ്മൾ വിളിക്കുക കപ്പാസിറ്റൻസ് വെസൽ എന്നാണ്. ഓക്കെ, കപ്പാസിറ്റൻസ് വെസൽ. സോ ഇത് ഡെഫിനറ്റ്ലി വീനസ് റിട്ടേണിനെ ബാധിക്കും. വീനസ് റിട്ടേണിനെ ബാധിക്കുമ്പോൾ കാർഡിയക് ഔട്ട്പുട്ടിനെ ബാധിക്കും, അത് ബ്ലഡ് പ്രഷറിനെ ബാധിക്കും. BP വ്യത്യാസം ഉണ്ടാക്കാം. പക്ഷെ നമ്മൾ BP നോക്കുന്നത് എവിടെയാണ്? ബ്ലഡ് പ്രഷർ നോക്കുന്നത് നമ്മൾ ആർട്ടറിയിലാണ്. ആർട്ടറീസിലാണ് നമ്മൾ ബ്ലഡ് പ്രഷർ നോക്കുന്നത്. അവിടെയാണ് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ആർട്ടീരിയോൾസ് എങ്ങനെയാണെന്ന് നോക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടുത്തെ ബ്ലഡ് പ്രഷർ നിശ്ചയിക്കുന്നത് ബിക്കോസ് ദിസ് ആർട്ടീരിയോൾസ് ആണ് എന്നുള്ള ഒരു ഐഡിയ നമ്മുടെ ഉള്ളിൽ മനസ്സിൽ എപ്പോഴും വേണം. സ്ഥിരമായിട്ട് അല്ലെങ്കിൽ നോർമൽ അവസ്ഥയിൽ ഈ ആർട്ടീരിയോൾസ് എപ്പോഴും ചുരുങ്ങി, ഈ ഞാൻ വരച്ചിരിക്കുന്നത് സ്ഥിരമായിട്ടുള്ള അവസ്ഥയെ കൂട്ടിക്കഴിഞ്ഞാൽ ഇത് ചുരുങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്, വാസോ കൺസ്ട്രിക്റ്റഡ് സ്റ്റേറ്റിലാണ്. ഇതിന് കാരണം അവിടെ സ്ഥിരമായിട്ടുള്ള സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ടോൺ ആണ്, ഇൻക്രീസ്ഡ് ഓർ നോർമൽ സിമ്പതറ്റിക് ടോണിലാണ് ഇരിക്കുക. ടോണിക് ഡിസ്ചാർജ് ഓഫ് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. വെയിൻസിൽ ഇവിടെ സ്മൂത്ത് മസിൽ കുറവാണ്. നമ്മൾ ഓൾറെഡി വെയിന്റെയും ആർട്ടറിയുടെയും ഒക്കെ സ്ട്രക്ചർ കണ്ടു. ഇവിടെ സ്മൂത്ത് മസിൽസ് കുറവാണ്. അപ്പോൾ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്താലും ഇത് ചുരുങ്ങാനുള്ള ആ ടെൻഡൻസി അധികം ഇല്ല. സോ ലെസ് സിമ്പതറ്റിക് ടോൺ ഓൺ ദ വെയിൻസ്. ഇനി ഹൃദയത്തെ പറ്റിയും ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഹൃദയം ഓൾറെഡി എപ്പോഴും സിമ്പതറ്റിക് ടോണിലാണ് ഇരിക്കുക. പക്ഷെ പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിന് ഇതിനെ ഓവർ റൈഡ് ചെയ്യാൻ പറ്റും. സിമ്പതറ്റിക് ടോണിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് പാരാസിമ്പതറ്റിക് ടോണിന്റെ അവസ്ഥ. അല്ലാതെ സിമ്പതറ്റിക് ടോൺ കൂടുന്നത് കൊണ്ടല്ല ശരിക്കും ഹേർട്ട് റേറ്റും സാധനങ്ങളൊക്കെ കൂടുന്നത്. പാരാസിമ്പതറ്റിക് ടോൺ, ഇപ്പോൾ വാഗസ് നെർവ് അങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംഭവം ക്ലിയർ ആണ്. ഭയങ്കരമായിട്ട് ഹേർട്ട് റേറ്റ് ഒക്കെ കൂടും, കാരണം ആ കൺട്രോൾ പോയി. ഓക്കെ, അത് ഇത്രയും നമ്മൾ ജസ്റ്റ് എപ്പോഴും ധാരണ വേണം. സോ ഇനി നമുക്ക് റെഗുലേഷൻ മീൻസ് ഇഫ് ദർ ഇസ് ആൻ ഓൾട്ടറേഷൻ, നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥ മാറി, എനി ഓഫ് ദ നോർമൽ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഓൾട്ടറേഷൻ വന്നാൽ our body will control to reinstate to original level, പഴയ ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ബോഡി റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ നള്ളിഫൈ ഓർ ഡിക്രീസ് ദ എഫക്ട്, ആ എഫക്റ്റിനെ ഡിക്രീസ് ചെയ്യാനോ നള്ളിഫൈ ചെയ്യാനായിട്ടോ നമ്മൾ നോക്കും. അതിനാണ് നമ്മൾ റെഗുലേഷൻ. സോ ഇറ്റ്സ് എ ജനറൽ ടേം തന്നെയാണ്. BP-യിലാവുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. സോ ഇങ്ങനെ റെഗുലേറ്റ് ചെയ്യാൻ സിസ്റ്റമിക് ലെവലിലും ആക്ഷൻ വേണം, then local level action വേണം. So now we are coming to blood pressure regulation. Blood pressure regulation is either via systemic regulation or via local levels. ഓക്കെ, സോ ഇനി നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാനായിട്ടുള്ള കാര്യങ്ങളാണ് ഫിലോസഫിക്കൽ ലെവൽ കഴിഞ്ഞ്. ഇനി റെഗുലേറ്ററി സിസ്റ്റത്തെ നമുക്ക് ബേസിക്കലി 2 തരമാക്കാം. ഒന്ന് ഷോർട്ട് ടേം റെഗുലേഷൻ, കുറച്ച് നേരത്തേക്കുള്ള ഷോർട്ട് ടേം റെഗുലേഷൻ, പെട്ടെന്നുണ്ടാവുന്ന BP വ്യത്യാസം, BP ചേഞ്ചസിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഷോർട്ട് ടേം റെഗുലേഷൻ എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തെ റെഗുലേഷൻ. രണ്ടാമത്തത് ലോങ് ടേം റെഗുലേഷൻ ആണ്, ദീർഘനാൾ കൊണ്ട് BP-യിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ. ഇത് രണ്ടിനെയും കൂടി നമുക്ക് 3-4 ഫാക്ടേഴ്സിലായിട്ട് അണ്ടർ ഹെഡിങ്ങിലായിട്ട് പറയാം. 4 ഹെഡിങ് ആണ് നമ്മൾ ഉപയോഗിക്കുക. വൺ ഈസ് നെർവസ് മെക്കാനിസം, രണ്ടാമത്തത് റീനൽ മെക്കാനിസം എന്ന് പറയും, മൂന്നാമത്തത് ഹോർമോണൽ മെക്കാനിസം ആണ്, നാലാമത്തത് ലോക്കൽ മെക്കാനിസം. സോ ദിസ് നെർവസ് മെക്കാനിസം സാധാരണ ഷോർട്ട് ടേം മെക്കാനിസം ആണ്. ഇത് വർക്ക് ചെയ്യുന്നത് വാസോ മോട്ടോർ സെന്റർ വഴിയും പെരിഫറൽ ഇമ്പൾസസ് വഴിയാണ്. റീനൽ മെക്കാനിസം വർക്ക് ചെയ്യുന്നത് എക്സ്ട്രാ സെല്ലാർ ഫ്ലൂയിഡിന്റെ അവസ്ഥ റെഗുലേറ്റ് ചെയ്തിട്ട് അത് റാസ് എന്നൊക്കെ പറയുന്ന സിസ്റ്റം വഴിയായിരിക്കും ഇത് വർക്ക് ചെയ്യുക. ഹോർമോണൽ മെക്കാനിസംസ്, ഇത് രണ്ടും ബ്ലഡ് പ്രഷർ കൂട്ടാനും പറ്റും കുറയ്ക്കാനും പറ്റുന്ന ഹോർമോൺസുകളുണ്ട്. ലോക്കൽ മീൻസ് ലോക്കൽ വാസോ കൺസ്ട്രിക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ലോക്കൽ വാസോ ഡയലറ്റേഷൻ ആയിരിക്കാം നടത്തുന്നത്. ഓക്കെ, സോ നമ്മൾ ഷോർട്ട് ടേം മെക്കാനിസവും ലോങ് ടേം മെക്കാനിസവും ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഹെഡിങ്സ് ആർ അണ്ടർ ദീസ്. 1 നെർവസ് മെക്കാനിസം, 2 റീനൽ മെക്കാനിസം, 3 ഹോർമോണൽ ആൻഡ് ലോക്കൽ മെക്കാനിസം. സോ ആദ്യം ഹെഡിങ് ഇതാണ്.
പരീക്ഷയിൽ നമ്മൾ എഴുതുമ്പോൾ 2 ഡിഫറെന്റ് മെക്കാനിസംസ് എഴുതുക. അപ്പോൾ ആദ്യത്തേത് നെർവസ് മെക്കാനിസം ആണ്. നെർവസ് മെക്കാനിസം ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് മെക്കാനിസം ഈസ് നെർവസ് മെക്കാനിസം. ഇറ്റ്സ് എ ഷോർട്ട് ടേം മെക്കാനിസം ആണ് എന്നാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ്. വീണ്ടും നമ്മൾ പറയാം. സോ ഇവയിൽ പ്രധാനപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഈസ് ബൈ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് സെക്കൻഡ് ഈസ് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം വഴിയാണ്. സോ ഇതിന് രണ്ടിനും ബോത്ത് ഹൃദയത്തിന്റെ പ്രവർത്തനവും കൺട്രോൾ ചെയ്യാൻ പറ്റും, ബ്ലഡ് വെസൽസിന്റെ പ്രവർത്തനവും രണ്ടിനെയും കൺട്രോൾ ചെയ്യാൻ ഒരേപോലെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെ ബിപിയിൽ അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോയിൽ മാറ്റങ്ങൾ ഉണ്ടോ എന്നറിയാനായിട്ട് ദർ ആർ സർട്ടൻ സെൻസേഴ്സ് വെച്ചിട്ടുണ്ടാവും. പല ഏരിയയിലായിട്ട് സെൻസേഴ്സ് ഉണ്ടായിരിക്കും, സം കീ പ്ലേസസ്. ആൻഡ് ഈ സെൻസേഴ്സിൽ നിന്നുള്ള കാര്യങ്ങൾ വരുന്നത് ഒരു മെഡുലയിലുള്ള വാസോമോട്ടോർ സെന്റർ ആണ്. സോ വാസോമോട്ടോർ സെന്റർ അവിടെയാണ് ഈ സംഭവങ്ങളെല്ലാം വരുന്നത്. ഇതിന്റെ സെൻസറി ഏരിയ എന്ന് പറയുന്നത് സെൻസേഷൻസ് എത്തുന്നത് ന്യൂക്ലിയസ് ട്രാക്ടസ് സോളിറ്റാരിസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതിന്റെ സെൻസേഷൻസ് എല്ലാം ദെൻ ഇതിന്റെ എഫക്ട് നിയന്ത്രിക്കുന്നത് 2 ഭാഗങ്ങളാണ് വാസോമോട്ടോർ സെന്ററിലുള്ള. 1 ഈസ് വാസോ കൺസ്ട്രിക്ടർ ഏരിയ ഉണ്ട്, ദെൻ വാസോ ഡയലേറ്റർ ഏരിയ ഉണ്ട്. വാസോ കൺസ്ട്രിക്ടർ ഏരിയ ആൻഡ് വാസോ ഡയലേറ്റർ ഏരിയ. സോ ഇത് 3ഉം കൂടിയ ഏരിയയിലാണ് വാസോമോട്ടോർ സെന്റർ ഓഫ് ദ നെർവസ് മെക്കാനിസം. ആൻഡ് ഇതിനെല്ലാം കൂടി നമുക്ക് വാസോമോട്ടോർ സിസ്റ്റം എന്നും വിളിക്കാം. വാസോമോട്ടോർ സിസ്റ്റം. സോ വാസോമോട്ടോർ സിസ്റ്റം കൺസ് ഓഫ് വാസോമോട്ടോർ സെന്റർ വേർ ദർ ഇസ് സെൻസറി ഏരിയ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ട്രാക്ടസ് സോളിറ്റാരിസ് ആണ്. അവിടെ നിന്ന് ഔട്ട്പുട്ട് പോകുന്നത് വാസോ കൺസ്ട്രിക്ടർ ഏരിയ ആൻഡ് വാസോ ഡയലേറ്റർ ഏരിയയിൽ നിന്നാണ് ഔട്ട്പുട്ടുകളൊക്കെ പോവുക. അപ്പൊ നമുക്ക് ആദ്യം ഈ സെൻസേഴ്സ് എവിടെയാണ്, ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ആദ്യം പറയുക. സെൻസർ നമ്പർ 1 ഈസ് ബാരോ റിസെപ്റ്റർ ആണ്. ബാരോ റിസെപ്റ്റർ ഇതാണ് സെൻസർ നമ്പർ 1. രണ്ടാമത്തത് കീമോ റിസെപ്റ്റേഴ്സ് ആണ്. മൂന്നാമത്തത് CNS ഇഷ്കീമിക് റെസ്പോൺസ് എന്ന് പറയുന്ന റെസ്പോൺസ് ആണ്. നാലാമത്തത് സ്ട്രെച്ച് റിഫ്ലക്സസ്, ബ്ലഡ് വെസലിലുള്ളാവുന്ന അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലുള്ള സ്ട്രെച്ച് റിഫ്ലക്സ്. പ്രധാനമായിട്ടും നമ്മൾ ഈ 3 ആയിരിക്കും ആദ്യം ഡിസ്കസ് ചെയ്യുക. സോ ഫസ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ദിസ് ബാരോ റിസെപ്റ്റർ. ബാരോ എന്ന് പറഞ്ഞാൽ പ്രഷർ ആണ്. ബാരോമീറ്റർ പ്രഷർ അളക്കുന്നതാണ്. സോ പ്രഷർ സെൻസർ ആണ്. ബ്ലഡ് പ്രഷറിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ സെൻസിറ്റൈസ് ചെയ്യാനായിട്ടാണ് രക്തക്കുഴലുകളിലായിരിക്കും ഇവ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ രക്തക്കുഴലുകളിൽ സ്ട്രെച്ച് റിഫ്ലക്സും ഉണ്ട്, അല്ല സ്ട്രെച്ച് റിസെപ്റ്റേഴ്സും ഉണ്ട്. ഓക്കെ, രക്തക്കുഴലാണെങ്കിൽ വ്യത്യാസം വരുമ്പോഴത്തേക്കും ഇത് ഡയലേറ്റ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യും. അപ്പോൾ സ്ട്രെച്ചിനെയും ഇത് എഫക്റ്റ് ചെയ്യും, ഇതിനെയും ആക്ടിവേറ്റ് ചെയ്യും. സോ ഇത് പ്രധാനമായിട്ടും വെച്ചിരിക്കുന്നത് ബാരോ റിസെപ്റ്റേഴ്സ് എവിടെയൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടീരിയൽ സിസ്റ്റത്തിലും വെച്ചിട്ടുണ്ട്, മറ്റു പല ഏരിയയിലും വെച്ചിട്ടുണ്ട്. ആർട്ടീരിയൽ സിസ്റ്റത്തിൽ വെച്ചിരിക്കുന്നത് ഒന്ന് കരോട്ടിഡ് സൈനസിലാണ്. രണ്ടാമത്തതുള്ളത് അയോട്ടിക് ബ്രാഞ്ച്. സോ ദി സെൻസേഴ്സ് ആർ പ്രസന്റ് ഇൻ ദ കരോട്ടിഡ് സൈനസ് ആൻഡ് ഓൾസോ ഇൻ ദ അയോട്ടിക് ബ്രാഞ്ച്. കരോട്ടിഡ് സൈനസ് വഴി ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഗ്ലോസോ ഫാരിഞ്ചിയൽ നെർവ് വഴിയാണ് ആക്ഷൻ നടക്കുക. അയോട്ടിക് ബ്രാഞ്ച് വഴിയാണെങ്കിൽ നടക്കുക വാഗസ് നെർവ് വഴി. 10th ക്രേനിയൽ നെർവാണ് വാഗസ് നെർവ്. ഇനി ഇതിന്റെ ആർട്ടീരിയൽ സിസ്റ്റത്തിൽ നമുക്ക് വേറെ സ്ഥലത്ത് കൂടി വെച്ചിട്ടുണ്ട്. അത് പൾമോണറി ആർട്ടറിയിലാണ്. പൾമോണറി ആർട്ടറിയിൽ വഴി വർക്ക് ചെയ്യുന്നത് വാഗസ് നെർവ് വഴി തന്നെ ആയിരിക്കും വർക്ക് ചെയ്യുക. ഇനി ആർട്ടീരിയൽ സിസ്റ്റത്തിൽ അല്ലാതെ വെച്ചിരിക്കുന്നത് ഹൃദയത്തിലാണ്. ഓക്കെ, ഇൻ കാർഡിയാക് ടിഷ്യൂവിൽ എവിടെയൊക്കെ വെക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇവിടെ ഏട്രിയയിൽ വെച്ചിട്ടുണ്ട്. ഏട്രിയൽ മസിൽ പ്രധാനമായിട്ടും ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്രിയോ കേവൽ എന്നാണ് അതിനെ പറയുക. ഏട്രിയോ കേവൽ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഓൾറെഡി. വീനക്കാവ. ഓക്കെ, സോ വീനക്കാവയൊക്കെ വന്ന് ചേരുന്ന ആ സ്ഥലത്ത് അവിടെ കുറച്ച് റിസെപ്റ്റേഴ്സ് ഉണ്ട്. അതിനെ നമ്മൾ ഏട്രിയോ കേവൽ റിസെപ്റ്റേഴ്സ് എന്ന് പറയും. ദെൻ അയോട്ടയിൽ സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ് ഉണ്ട്. വെൻട്രിക്കിൾസിനകത്തും സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ് ഉണ്ട്. സോ ഇതും ആക്ടിവേറ്റ് ചെയ്യാം. ഇതും ആക്ടിവേറ്റ് ചെയ്യുന്നത് വാഗസ് നെർവ്. സോ കരോട്ടിഡ് സൈനസ് ഒഴിച്ച് ബാക്കിയെല്ലാം വാഗസ് നെർവിനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. കരോട്ടിഡ് സൈനസ് ആണെങ്കിൽ അത് ഗ്ലോസോ ഫാരിഞ്ചൽ നെർവിനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്നാണ് ഒരു വ്യത്യാസം. സോ വാഗസ് നെർവ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാഗസ് റിഫ്ലക്സ് ഉണ്ടാകും. സോ ഇത് നേരെ എവിടേക്ക് പോകും? വാസോമോട്ടർ സെന്ററിലാണ് പോകുന്നത്. ഓക്കെ, വാസോമോട്ടർ സെന്ററിൽ ചെയ്യുന്നത് ഇൻഹിബിഷൻ ഓഫ് വാസോമോട്ടോർ സെന്റർ. വാസോമോട്ടോർ സെന്റർ ആണ് ചെയ്യുക. ആൻഡ് ഓൾസോ ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ കാർഡിയോ വാഗൽ സെന്റർ. 2 ഭാഗങ്ങളാണ്. ഓക്കെ, സ്റ്റിമുലേഷൻ ഓഫ് കാർഡിയോ വാഗൽ സെന്റർ ആൻഡ് ഇൻഹിബിഷൻ ഓഫ് വാസോമോട്ടോർ സെന്റർ. സോ ഇനി നമുക്ക് ഒരു ഉദാഹരണം പറയാം. അത് പറയുമ്പോൾ കാര്യം മനസ്സിലാക്കും. സപ്പോസ് നമ്മുടെ BP റൈസ് ചെയ്തു എന്ന് വിചാരിക്കാം. BP റൈസ് ചെയ്തു എന്ത് സംഭവിക്കും? ബാരോ റിസെപ്റ്റേഴ്സ് വിൽ ഗെറ്റ് സ്റ്റിമുലേറ്റഡ്, അല്ലെ? ബാരോ റിസെപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റഡ് ആകുന്നു. ബാരോ റിസെപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റഡ് ആയി കഴിയുമ്പോഴത്തേക്കും വാഗസ് നെർവും അല്ലെങ്കിൽ ഗ്ലോസോഫാരിഞ്ചൽ നെർവും സ്റ്റിമുലേറ്റഡ് ആവുന്നു. സോ റിസെപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റഡ് ആവുന്നു. അപ്പൊ നെർവ് സ്റ്റിമുലേറ്റഡ് ആവുന്നു. നെർവ് ഞാൻ പ്രത്യേക പേര് എഴുതുന്നില്ല, 2 നെർവും സ്റ്റിമുലേറ്റഡ് ആവുന്നു. ഇത് NTS സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ന്യൂക്ലിയസ് ട്രാക്ടസ് സോളിറ്റാരിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു.
ഓക്കെ, സോ ദിസ് ന്യൂക്ലിയസ് ട്രാക്ടർ സോളിറ്റാരിസ് വാസോമോട്ടോർ സെന്ററിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ ദാറ്റ് ഇൻഹിബിറ്റ് ദ ഡിക്രീസ് എന്നാണ് എഴുതിയത് വാസോമോട്ടോർ സെന്റർ. വാസോമോട്ടോർ സെന്ററിനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ വാസോ ഡയലേറ്ററി ഏരിയ ആക്ടിവേറ്റ് ആവുന്നു. സോ ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യും, ബ്ലഡ് വെസൽസ് അപ്പോൾ ഡയലേറ്റ് ചെയ്യും. ദെൻ ഇത് ദാറ്റ് വിൽ സ്റ്റിമുലേറ്റ് ദ കാർഡിയോ വാഗൽ സെന്റർ. കാർഡിയോ വാഗൽ സെന്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഹൃദയമിടിപ്പ് അപ്പോൾ കുറയും. ഓക്കെ, ഹൃദയമിടിപ്പിനായിരിക്കും ബാധിക്കുക. അത് കുറയുമ്പോഴത്തേക്കും ഹൃദയമിടിപ്പ് കുറയുമ്പോഴത്തേക്കും ബ്രാഡികാർഡി ഉണ്ടാകും. സോ രണ്ട് പ്രവർത്തനം വരെ ഇതാകുമ്പോൾ കാർഡിയക് ഔട്ട്പുട്ട് ആയിരിക്കും കുറക്കുക, മറ്റാകുമ്പോൾ ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യുക. സോ കാർഡിയക് ഔട്ട്പുട്ട് കുറയ്ക്കുകയും ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇത് കൂടിയിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. ബ്ലഡ് വെസൽസ് BP കൂടിയ അവസ്ഥയാണ് ഇപ്പോൾ നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചുകൊണ്ട്. ഇനി നെർവസ് മെക്കാനിസത്തിലെ നമ്മൾ രണ്ടാമത് പറഞ്ഞത് ത്രൂ കീമോ റിസപ്റ്റേഴ്സ് ആണ്. കീമോ റിസപ്റ്റേഴ്സ് ആക്ച്വലി ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ഇൻ റെസ്പിറേഷൻ ആണ് പ്രധാനപ്പെട്ടത്, എങ്കിലും ദിസ് ക്യാൻ വർക്ക് വിത്ത് ദ BP റെഗുലേഷൻ ഓൾസോ. ഓക്കെ, സോ ഇതും ഉള്ളത് രണ്ട് സ്ഥലത്താണ്. വൺ ഈസ് ഇൻ ദ കരോട്ടിഡ് ബോഡി. കരോട്ടിഡ് ബോഡിയിൽ അതിന്റെ റിസപ്റ്റേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ സെൻസേഴ്സ് ഉണ്ട്. ദെൻ അയോട്ടിക് ആർച്ചിലും ഉണ്ട്. രണ്ട് സ്ഥലത്തുമാണ് ഇതും വെച്ചിരിക്കുന്നത്. ദെൻ ഓൾസോ പെരിഫറൽ കീമോ റിസപ്റ്റേഴ്സും ഉണ്ട്. സോ ഇത് സെൻസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഓക്സിജൻ ലെവലാണ്, വെദർ ഓക്സിജൻ. സോ ഹൈപ്പോക്സിയ ഉണ്ടെങ്കിൽ ഇത് ആക്ടിവേറ്റഡ് ആകും. ഹൈപ്പോക്സിയ എന്ന് വെച്ചാൽ ഡിക്രീസ്ഡ് ഓക്സിജൻ. ദെൻ അസ്ഫിക്സിയ, ശ്വാസം മുട്ട് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഓക്സിജൻ കുറയും, അപ്പോഴും ഇത് ആക്ടിവേറ്റഡ് ആകും. ദെൻ വാസ്കുലാർ സ്റ്റാസിസ്, എവിടെയെങ്കിലും ബ്ലഡ് ഫ്ലോ തടസ്സപ്പെട്ട് നിൽക്കുകയാണോ ആ സമയത്ത് പല കോൺസെൻട്രേഷൻ ഓഫ് സം കെമിക്കൽസ് വിൽ ഇൻക്രീസ്. ദെൻ ഇൻക്രീസ്ഡ് പൊട്ടാസ്യം കൂടുന്നതും ഇതിനെ ആക്ടിവേറ്റ് ചെയ്യും. സോ ദിസ് ഓൾസോ ഓൾ ബ്ലഡ് കോമ്പോസിഷൻ ആണ്, ബ്ലഡിനകത്തുള്ള കോമ്പോസിഷൻ. അതുകൊണ്ടാണ് നമ്മൾ കെമിക്കൽ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. കോമ്പോസിഷൻ ഓഫ് ബ്ലഡ് കെമിക്കൽസ്, ബ്ലഡിലുള്ള കെമിക്കൽസിന്റെ കോമ്പോസിഷൻ ആണ് സ്റ്റിമുലേറ്റ് ചെയ്യുക. ദെൻ ഇത് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് മെഡുലറി റെസ്പിറേറ്ററി സെന്റർ ഉണ്ട്, മെഡുലറി റെസ്പിറേറ്ററി സെന്റർ. ഓക്കെ, സോ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് H+ വഴിയാണ് അത് കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യുക. അത് ദാറ്റ് ഓൾസോ BP കുറഞ്ഞ ഘട്ടങ്ങളിലൊക്കെ ഇതിന് സ്റ്റിമുലേറ്റ് ചെയ്യാം. ആൻഡ് ദിസ് ഓൾസോ അൾട്ടിമേറ്റ്ലി വാസോമോട്ടോർ സെന്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അൾട്ടിമേറ്റ് സ്റ്റിമുലേഷൻ വാസോമോട്ടോർ സെന്റർ വഴിയാണ്. സോ ദിസ് കെമിക്കൽ റിസപ്റ്റേഴ്സ് ആർ ഓൾസോ ആക്ടിങ് ത്രൂ ദ വാസോമോട്ടോർ സെന്റർ വഴി തന്നെയാണ് ആക്ട് ചെയ്യുക. ഇനി മൂന്നാമത്തെ നെർവസ് മെക്കാനിസം എന്ന് പറയുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റം, CNS ഇഷ്കീമിക് മെക്കാനിസംസ് എന്നാണ് പറയുക. CNS ഇഷ്കീമിക് മെക്കാനിസം ഇത് എപ്പോഴും ഉണ്ടാവുന്ന കണ്ടീഷൻ അല്ല. ഇപ്പോൾ ഉദാഹരണം ബ്ലഡ് ഫ്ലോ ടു ദ ബ്രെയിനിലെ ബ്ലഡ് ഫ്ലോ എപ്പോഴെങ്കിലും 50 മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയിൽ താഴെ വരികയാണെങ്കിൽ മാത്രമാണ് CNS ഇഷ്കീമിക് മെക്കാനിസംസ് സ്റ്റിമുലേറ്റഡ് ആകും. അപ്പോൾ എന്ത് പറ്റും? BP കുറയുകയും അതനുസരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ ഇൻ ദ ബ്ലഡ് കൂടും. സോ രണ്ടും കൂടുമ്പോൾ അത് വീണ്ടും ദാറ്റ് സ്റ്റിമുലേറ്റ്സ് ദ വാസോമോട്ടോർ സെന്ററിനെ തന്നെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുക. ആൻഡ് ഈ സ്റ്റിമുലേഷൻ ഈസ് പവർഫുൾ സ്റ്റിമുലേഷൻ ആണ്. പവർഫുൾ സ്റ്റിമുലേഷൻ ഓഫ് വാട്ട്? അൾട്ടിമേറ്റ്ലി സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ഡിസ്ചാർജ് ഭയങ്കരമായിട്ട് കൂടും. ഹൈ എമൗണ്ട് ഓഫ് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം കൂടുന്നു. അപ്പോഴത്തേക്കും ബ്ലഡ് വെസലുകൾ ചുരുങ്ങുകയും BP കൂടുകയും ചെയ്യും. ഓക്കെ, ദെൻ രണ്ടാമത്തത് ഹാർട്ടിൽ ആക്ട് ചെയ്തിട്ട് കൂടുതലായിട്ട് ഹാർട്ട് വിൽ ഗെറ്റ് സ്റ്റിമുലേറ്റഡ്. അപ്പോൾ ടാക്കിക്കാർഡിയന്റ് ആയിട്ട് കൂടുതൽ കാർഡിയക് ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്യും. സോ രണ്ട് കഴിയുമ്പോഴും ഇപ്പോൾ ഉണ്ടായിരുന്നത് ബ്രെയിനിലെ ബ്ലഡ് സപ്ലൈ കുറവായിരുന്നു. സോ നൗ റീഇൻസ്റ്റേറ്റ് ബ്രെയിനിലെ ബ്ലഡ് സപ്ലൈ കൂടുതലാക്കി വർദ്ധിച്ചു. സോ ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട നെർവസ് മെക്കാനിസം. ആൻഡ് ഇത് മൂന്നും ഷോർട്ട് ടേം മെക്കാനിസം ആണെന്ന് ഓർത്തിരിക്കുക. ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? there is an acute changes, ഒരു acute or abrupt changes in BP-യിൽ. സോ ഇവിടെ നമ്മൾ പറഞ്ഞു ലെസ് ദാൻ 50 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി ഒക്കെ അത്രയും താഴുമ്പോഴൊക്കെയാണ്. ഓക്കെ, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന വ്യതിയാനങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന്റെ ആക്ഷൻ വേഗത്തിൽ വേണം. സോ ദ റെസ്പോൺസ് വിൽ ബി ക്വിക്ക് റെസ്പോൺസ് ആയിരിക്കും ഉണ്ടാക്കുക. സോ ഇത് ഷോർട്ട് ടേം മെക്കാനിസം ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ലോങ് ടേം മെക്കാനിസം പറഞ്ഞു. ഇനി രണ്ടാമത്തെ BP റെഗുലേറ്റിംഗ് മെക്കാനിസം നമ്മൾ പറഞ്ഞ ഹെഡിങ് ഈസ് റീനൽ മെക്കാനിസംസ് എന്നാണ്. റീനൽ മെക്കാനിസംസ് എന്നാണ് പറഞ്ഞത്. ഇത് ലോങ് ടേം മെക്കാനിസം കൂടിയാണ്. ലോങ് ടേം റെഗുലേഷൻ മെക്കാനിസം റെഗുലേഷൻ കൂടിയാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കും. ദീർഘനാൾ കൊണ്ട് BP-യിൽ വ്യത്യാസം ഉണ്ടാവുന്നുണ്ടോ അതിനെ നമ്മൾ കൗണ്ടർ ചെയ്യുന്ന മെക്കാനിസം. സോ ഇത് ആക്ടിവേറ്റഡ് ആവുന്നത് തുടർച്ചയായിട്ട് BP-യിൽ ലഘു വ്യത്യാസങ്ങൾ, ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുക. അത് ഇപ്പോൾ നെർവസ് മെക്കാനിസം ഇതിനോട് പതിയെ ഗ്രാജുവലി അഡാപ്റ്റഡ് ആകും. അതാണ്. ഓക്കെ, അവയുടെ സെൻസിറ്റൈസേഷൻ വളരെയധികം കുറഞ്ഞുകൊണ്ട് ബിക്കോസ് ലോങ് ടേം ആണ്, ദീർഘനാൾ കൊണ്ടുണ്ടാകുന്ന മെക്കാനിസം. ഉദാഹരണത്തിന് നമ്മുടെ ബ്ലഡ് വോളിയം കുറെ നാളായിട്ട് കുറഞ്ഞു. അപ്പോൾ നമ്മുടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് വോളിയവും കുറയും അല്ലെ. ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് കരുതും. സോ ഇത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ലക്ഷ്യം. ഓക്കെ, അൾട്ടിമേറ്റ് എയിം ഓഫ് ദിസ് മെക്കാനിസം ഈസ് ടു ഇൻക്രീസ് ദ ബ്ലഡ് വോളിയം ആൻഡ് ടു ഇൻക്രീസ് ദ
എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് വോളിയം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ റീനൽ മെക്കാനിസംസ് യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ ബ്ലഡ് വോളിയം കൂടുമ്പോഴത്തേക്കും കാർഡിയാക് ഔട്ട്പുട്ട് വിൽ ബി ഇൻക്രീസ്ഡ്. കാർഡിയാക് ഔട്ട്പുട്ട് അപ്പം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെക്കാനിസം യൂട്ടിലൈസ് ചെയ്യുന്നത്. അൾട്ടിമേറ്റ് എഫക്റ്റ് ഉണ്ടാക്കുന്നത് വാസോ കൺസ്ട്രിക്ഷൻ ആൻഡ് ഫ്ലൂയിഡ് റിട്ടൻഷൻ. സോ വാസോ കൺസ്ട്രിക്ഷൻ ഉണ്ടാക്കാം, ഫ്ലൂയിഡ് റിട്ടൻഷൻ ഉണ്ടാക്കാം, ഇൻക്രീസ്ഡ് കാർഡിയാക് ഔട്ട്പുട്ട്. സോ 3 കാര്യങ്ങൾ എയിം ചെയ്തിട്ടാണ് റീനൽ മെക്കാനിസംസ്. സോ നമുക്കൊരു കണ്ടീഷൻ നോക്കാം. ഓക്കെ, ഒരു കണ്ടീഷൻ തുടർച്ചയായിട്ട് ബ്ലഡ് ഫ്ലോ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായിട്ട് ബ്ലഡ് ഫ്ലോ പഴയതുപോലെ ബ്ലഡ് ഒഴുകുന്നില്ല എന്ന് കരുതുക. അപ്പോഴത്തേക്കും BP കുറയും അല്ലെ, ECFും കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ബ്ലഡ് ഫ്ലോ കുറഞ്ഞിരിക്കുന്നത്. സോ അപ്പൊ കിഡ്നിയിലേക്ക് ബ്ലഡ് കൂടുതലെത്തോ കുറച്ചായിരിക്കും. കിഡ്നി ഇസ് നോട്ട് അല്ലെ, വളരെ അടിയന്തരമായിട്ട് എത്തേണ്ട കാര്യമൊന്നും കിഡ്നിയിലേക്ക് ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ബ്ലഡ് ഫ്ലോ ടു ദ കിഡ്നി വിൽ ഡിക്രീസ്. കിഡ്നിയിലുള്ള ബ്ലഡ് ഫ്ലോ കുറയും. ഓർ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ ഡിക്രീസ്ഡ് റീനൽ പെർഫ്യൂഷൻ എന്നാണ്. ഡിക്രീസ്ഡ് റീനൽ പെർഫ്യൂഷൻ. റീനൽ പെർഫ്യൂഷൻ കുറയുമ്പോൾ കിഡ്നി എന്തിനു വേണ്ടിയിട്ടായിരിക്കുന്നത്? ഫിൽട്ടർ ചെയ്യുക, യൂറിനായിട്ട് പുറത്തേക്ക് പോകുന്നത്. സോ ദാറ്റ് വിൽ റെഡ്യൂസ് ദ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. സ്വാഭാവികമായിട്ടും കുറയും. സോ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കുറയുമ്പോൾ അവിടെയുള്ള ഒരു സെൽ സിസ്റ്റമാണ് ജക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. സിസ്റ്റം ഓഫ് സെൽസ് ആണ്. അത് സെൻസ് ചെയ്യും ഇത് കുറവാണല്ലോ എന്ന് കരുതി അവ എന്ത് ചെയ്യും? അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് റെനിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ജക്സ്റ്റാ ഗ്ലോമറുലാർ സെൽസ് വിൽ റിലീസ് ഓർ ഇൻക്രീസ് സെക്രീഷൻ ഓഫ് റെനിൻ. ഈ റെനിന്റെ പണി ലിവറിൽ നിന്ന് ഒരു പ്രോട്ടീൻ വരുന്നുണ്ട്. അതിന്റെ പേര് ആൻജിയോടെൻസിനോജൻ എന്നാണ്. ആൻജിയോടെൻസിനോൺ ഇങ്ങനെ ബ്ലഡിലൂടെ ഒഴുകിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഇതിനെ റെനിൻ എന്ത് ചെയ്യും? ആൻജിയോടെൻസിൻ 1 ആക്കി മാറ്റും. ഈ ആൻജിയോടെൻസിൻ 1 വീണ്ടും ബ്ലഡിലൂടെ ഇങ്ങനെ പോയി ലങ്സിലെത്തും. ലങ്സിൽ അവിടെ ഒരു എൻസൈം ഉണ്ട്. അതിന്റെ പേര് ACE എന്നാണ്, ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം. സോ ഇത് ആൻജിയോടെൻസിൻ 1നെ ആൻജിയോടെൻസിൻ 2 ആക്കി മാറ്റും. ഈ ആൻജിയോടെൻസിൻ 2ന് പല വർക്കുകളുണ്ട്, ഇഷ്ടംപോലെ ജോലികളുണ്ട്. ഒന്ന്, ഇത് നേരെ പോയി ബ്ലഡ് വെസലിലേക്ക് പോയി അതിനെ ചുരുക്കും. സോ വാസോ കൺസ്ട്രിക്ഷൻ നേരിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ആൻജിയോടെൻസിൻ 2. രണ്ടാമത് നേരെ കിഡ്നിയുടെ മുകളിലുള്ള ഇവിടെയുള്ള അഡ്രീനൽ ഗ്ലാൻഡിലേക്ക് പോകും. അഡ്രീനൽ ഗ്ലാൻഡിൽ നിന്ന് ഒരു ഹോർമോണിനെ പുറത്തിറക്കും. അതിന്റെ പേര് ആൽഡോസ്റ്റിറോൺ എന്നാണ്. ആൽഡോസ്റ്റിറോൺ എവിടെ പോകും? കിഡ്നിയുടെ നെഫ്രോണിലുള്ള ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ കഴിഞ്ഞിട്ടുള്ള ദാറ്റ് മീൻസ് കളക്ടിംഗ് ഡക്ട് ഭാഗത്ത് പോയി അവിടെ സോഡിയം റീറ്റെയിൻ ചെയ്യും. സോ സോഡിയം നഷ്ടപ്പെടാതെ നോക്കുക എന്നുള്ളതാണ് ആൽഡോസ്റ്റിറോണിന്റെ മെക്കാനിസം. ദെൻ ആൻജിയോടെൻസിൻ 2ന് വേറെ സ്ഥലത്ത് കൂടി പ്രവർത്തിക്കാം. അത് ബ്രെയിനിൽ പ്രവർത്തിച്ചിട്ട് അവിടെ ഹൈപ്പോതലാമസിൽ പ്രവർത്തിച്ചിട്ട് അവിടെ നിന്നൊരു ഹോർമോൺ കൂടുതലായിട്ട് സെക്രറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ADHും എവിടെയാണ് ആക്ട് ചെയ്യുക? അതും കിഡ്നിയിൽ ആക്ട് ചെയ്യും. ADH കിഡ്നിയിൽ ആക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സംഭവിക്കുന്നത് വാട്ടർ റിറ്റൻഷൻ ആണ്, വെള്ളം റിറ്റൻഷൻ ആണ്. സോ 2 കാര്യങ്ങൾ ഇപ്പോൾ റിറ്റെയിൻ ചെയ്തു. 1 വെള്ളം റിറ്റെയിൻ ചെയ്തു, സോഡിയം റിറ്റെയിൻ ചെയ്തു. അപ്പോഴത്തേക്കും നമ്മുടെ ബ്ലഡ് വോളിയം കൂടി അല്ലെ. ബ്ലഡ് വോളിയം കൂടി മാത്രമല്ല വാസോ കൺസ്ട്രിക്ഷനും ഉണ്ട്. ബ്ലഡ് വോളിയം കൂടുകയും വാസോ കൺസ്ട്രിക്ഷൻ കൂടുകയും ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കാർഡിയാക് ഔട്ട്പുട്ട് വിൽ ബി ഇൻക്രീസ്ഡ് ആകും, കൂടുതലാകുന്നു. BP വിൽ ബി നോർമൽ. ഇത് തുടർച്ചയായിട്ട് വരുമ്പോഴാണ് നമുക്ക് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമ്മൾ പിന്നീട് പഠിക്കും. ഓക്കെ, സോ ദിസ് എ മെക്കാനിസം, ലോങ് ടേം മെക്കാനിസം ആണ്, ഷോർട്ട് ടേം മെക്കാനിസം അല്ല. ഇതിനാണ് നമ്മൾ റീനൽ മെക്കാനിസംസ് എന്ന് പറയാം. ഈ റീനൽ മെക്കാനിസം നമ്മൾ റാസ് മെക്കാനിസംസ് എന്നാണ് പറയാ. റാസ്, R ഫോർ റെനിൻ, ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ സിസ്റ്റം. ഇതിനാണ് നമ്മൾ റാസ് സിസ്റ്റം എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തത് ഹോർമോണൽ മെക്കാനിസംസ് ആണ്, വയ ഹോർമോൺസ്. സോ ദിസ് ഓൾസോ എ ലോങ് ടേം മെക്കാനിസം ആണ്. ലോങ് ടേം മെക്കാനിസത്തിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സം ഹോർമോൺസ് ക്യാൻ ഇൻക്രീസ് ബ്ലഡ് പ്രഷർ കൂട്ടുന്ന ചില ഹോർമോൺ ഉണ്ട്. ചില ഹോർമോൺസ് ക്യാൻ ഡിക്രീസ് ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്ന ചില ഹോർമോൺ. സോ ഒന്ന് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം വഴി ഉണ്ടാവുന്ന അഡ്രിനാൽ. ദെൻ അവിടെയുള്ള ലോക്കൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അത് നോറഡ്രിനാൽ. സോ ഇത് രണ്ടും രക്തക്കുഴലുകളെ ചുരുക്കാനായിട്ട് പറ്റുന്നതാണ് നോറഡ്രിനാലിൻ ആൻഡ് അഡ്രിനാലിൻ. ആൻഡ് ദിസ് ഓൾസോ ക്യാൻ ഇംപ്രൂവ് ഓർ ഇൻക്രീസ് ദ കാർഡിയാക്. ഹൃദയത്തിന്റെ എല്ലാ ഫംഗ്ഷനും കൂട്ടുകയും മോർ കാർഡിയാക് ഔട്ട്പുട്ട് കൂട്ടുകയും ചെയ്യാം. പക്ഷേ ഈ അഡ്രിനാലിന്റെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ അഡ്രിനാലിന്റെ കേസിൽ ഇൻ ഷോർട്ട് ടേം ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ അത് ചെയ്യുന്നത് ഹൃദയത്തിന്റെ ആക്ഷൻ ഒക്കെ ഡെഫിനറ്റ്ലി അത് കൂട്ടും. പക്ഷെ ചില ബ്ലഡ് വെസലുകൾ, സ്കെലിറ്റൽ മസിലുകളിലൂടെ പോകുന്ന ബ്ലഡ് വെസൽസിനെ അത് ഡയലേറ്റ് ചെയ്യും. അതിനാൽ വെച്ചാൽ സ്കെലിറ്റൽ മസിൽസിലേക്ക് കൂടുതൽ ബ്ലഡ് ഫ്ലോ കൂട്ടാനായിട്ട്
കുറയ്ക്കാനായിട്ടാണ്. സോ ഇതിനെ ഡയലേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഡിക്രീസ് ദ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ കുറയും. ഇത് കൂട്ടുമ്പോഴത്തേക്കും ഇൻക്രീസ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. സോ ഈ ഒരു വ്യത്യാസം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. സോ എനിവേ നമ്മൾ അഡ്രിനാലിനെ സാധാരണ രീതിയിൽ ഇൻക്രീസ്ഡ് ബ്ലഡ് പ്രഷർ കൂട്ടുന്ന ഒരാളായിട്ടാണ്. മൊത്തത്തിൽ എഫക്ട് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ കൂടുന്ന എഫക്റ്റ് ആയിരിക്കും കൂടുതൽ കിട്ടുക. സോ ദാറ്റ് ഈസ് വൺ. രണ്ടാമത്തത് ആൽഡോസ്റ്റിറോൺ ആണ്. ആൽഡോസ്റ്റിറോണിനെ പറ്റി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആൽഡോസ്റ്റിറോൺ അപ്പോൾ ഓൾറെഡി റിപ്പീറ്റേഷൻ ആണ്. ആൽഡോസ്റ്റിറോൺ എന്താ ചെയ്യുക? സോഡിയം റിറ്റൻഷൻ. സോഡിയം പിടിച്ചു വെക്കുകയും സോഡിയം പിടിച്ചു വെക്കുമ്പോഴത്തേക്കും വെള്ളവും കൂടുതൽ പിടിച്ചു വെക്കുകയും ചെയ്യുന്നു. സോ ബ്ലഡ് പ്രഷർ വിൽ ഇൻക്രീസ്. ബ്ലഡ് വോളിയം ആണ് സാധാരണ കൂടുക. ബ്ലഡ് വോളിയം കൂടുമ്പോൾ ബ്ലഡ് പ്രഷർ കൂടും. മൂന്നാമത്തത് നമ്മൾ പറഞ്ഞതാണ് വാസോപ്രസിൻ. വാസോപ്രസിന് വേറെ പേര് ADH ആണ്. സോ ഇത് സോഡിയം അല്ല, ഇത് വാട്ടർ റിറ്റൻഷൻ ആണ്. വാട്ടറിനാണ് റിട്ടേൺ ചെയ്യുക. സോ സെയിം എഫക്ട്. ബ്ലഡ് വോളിയം വിൽ ഇൻക്രീസ്, ബ്ലഡ് പ്രഷർ വിൽ ഇൻക്രീസ്. ഇനി നാലാമത്തത് ആൻജിയോടെൻസിൻ ആണ്. ആൻജിയോടെൻസിൻസ് നമ്മൾ എഴുതും, കാരണം ആൻജിയോടെൻസിൻ 2നെ പറ്റിയാണ് നമ്മൾ അദ്ദേഹം പറയുന്നതെങ്കിലും 3ഉം 4ഉം എല്ലാം സം എഫക്ട് ഉണ്ട്. ആൻജിയോടെൻസിൻ 2ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? വാസോ കൺസ്ട്രിക്ഷൻ ഉണ്ടാക്കാൻ പറ്റും, ആൽഡോസ്റ്റിറോൺ വർദ്ധിപ്പിക്കാൻ പറ്റും, ദെൻ ഓൾസോ ADHനെയും വർദ്ധിപ്പിക്കാനായിട്ട്. ദെൻ അഞ്ചാമത്തെ കൂട്ടുന്നത് തൈറോക്സിൻ ആണ്. തൈറോക്സിന് 2 എഫക്ട് ഉണ്ട്. തൈറോക്സിൻ മെറ്റബോളിക് പ്രൊഡക്ട്സ് കൂട്ടും, ഇൻക്രീസ് മെറ്റബോളിക് റേറ്റ് ആണ്. അപ്പോൾ മെറ്റാബോളിക് റേറ്റ് കൂട്ടും. മെറ്റാബോളിക് റേറ്റ്. സോ അത് റേറ്റ് കൂടുമ്പോഴത്തേക്കും ഒരുപാട് ലോക്കൽ ഹോർമോൺസ് ഒക്കെ ഒരുപാട് റിലീസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് BP കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ തൈറോക്സിന് ഡയറക്റ്റ് ആയിട്ട് ഹൃദയത്തിൽ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഇതിന് കാർഡിയാക് സ്റ്റിമുലേറ്ററി എഫക്റ്റ് ആണ്. സോ ദിസ് ക്യാൻ ഇൻക്രീസ് ദ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. സോ ഈ വഴി ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ കുറയ്ക്കാനാണ് പറ്റുക. സോ ഏകദേശം ഒരു അഡ്രിനാലിൻ ലൈക്ക് എഫക്റ്റ് ഒക്കെ ഉണ്ടാക്കാം. ഇനി BP കുറയ്ക്കാനുള്ള ഹോർമോൺസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ താഴത്ത് എഴുതാൻ വന്നു. VIP ഓർ വാസോ ഇൻഡസ്റ്റൈനൽ പെപ്റ്റൈഡ്. വാസോ ഇൻഡസ്റ്റൈനൽ പെപ്റ്റൈഡ് എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ദെൻ ബ്രാഡികൈനിൻ. ബ്രാഡികൈനിന് BP കുറയ്ക്കാനായിട്ട് പറ്റുന്നതാണ്. ദെൻ ANP. ANP ഈസ് ഏട്രിയൽ നാട്രിയൂററ്റിക് പെപ്റ്റൈഡ്. സോ ഇത് ഏട്രി ഉണ്ടാക്കുന്നതാണ്, ഹൃദയത്തിലെ ഏട്രി ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ്. ദെൻ ബ്രെയിനും ഇതേപോലെ ഒരു ഹോർമോൺ ഉണ്ടാക്കും, ബ്രെയിൻ നാട്രിയൂററ്റിക് പെപ്റ്റൈഡ് എന്നാണ് അതിന്റെ പേര്. ദെൻ ലോക്കലായിട്ട് ഉണ്ടാക്കാം, കുറച്ച് സിസ്റ്റമിക് ആയിട്ടുള്ള ആക്ഷൻ ഉള്ളതാണ്, പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്ന് പറയും. സോ ദീസ് ഓൾ ആർ വാസോ ഡയലേറ്റേഴ്സ് ഓർ ഡിക്രീസ് ബ്ലഡ് പ്രഷർ ആൻഡ് ദീസ് ഓൾ ആർ വാസോ കൺസ്ട്രിക്ടേഴ്സ് ഓർ ഇൻക്രീസ് ബ്ലഡ് പ്രഷർ. സോ ഇതാണ് ഹോർമോണൽ ആക്ഷൻ. ഇപ്പോൾ 3 മെക്കാനിസം കഴിഞ്ഞു. അവസാനത്തെ ലാസ്റ്റ് മെക്കാനിസം ഈസ് ലോക്കൽ മെക്കാനിസംസ് ആണ്. ലോക്കൽ മെക്കാനിസംസ് എന്ന് വെച്ചാൽ എല്ലായിടത്തും ബാധിക്കുന്നതല്ല, സിസ്റ്റമിക് അല്ല. ഇത് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്ത് മാത്രം നടക്കുന്നതാണ്. അപ്പോൾ സിസ്റ്റമിക് അല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. സോ ലോക്കൽ മീൻസ് വി കോൾ ഇറ്റ് ആസ് ഓട്ടോകോയിഡ്സ് എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ അവയുടെ ടൈപ്പ് അനുസരിച്ച് സൈറ്റോകൈൻസ് എന്നും വിളിക്കാം, അല്ലെങ്കിൽ ലോക്കൽ ഹോർമോൺസ് എന്നാണ് അറിയപ്പെടുക. നമ്മളിപ്പോൾ എഴുതിയ പ്രോസ്റ്റാഗ്ലാൻഡിൻ, ബ്രാഡിക്കൈനൊക്കെ ചിലപ്പോഴെങ്കിലും ലോക്കൽ ഹോർമോൺസ് ആണ്. സോ ഇതെല്ലാം ഉണ്ടാവുന്ന എവിടെ നിന്നാന്ന് വെച്ചാൽ ബ്ലഡ് വെസലിലുള്ള പ്രധാനമായിട്ടുണ്ടാവുന്നതാണ് എൻഡോത്തീലിയൽ സെൽസ്. ഈ സെൽസ് എപ്പോഴെങ്കിലൊക്കെ പ്രശ്നം നേരിട്ട് കഴിയുമ്പോൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് എൻഡോതെലിൻ ആണ്. എൻഡോതെലിൻ 1 ഈസ് എ വാസോ കൺസ്ട്രിക്ടർ ആണ്. എൻഡോതെലിൻ 1. ദെൻ പിന്നെ ഉണ്ടാക്കാവുന്നത് നൈട്രിക് ഓക്സൈഡ് ആണ്. നൈട്രിക് ഓക്സൈഡ് ഉണ്ടാക്കാം, ഹിസ്റ്റമിൻ റിലീസ് ചെയ്യാം. ഇത് രണ്ടും വാസോ ഡയലേറ്റർ ആണ്. സോ എൻഡോതെലിൻ 1 ഈസ് വാസോ കൺസ്ട്രിക്ടർ, ദെൻ നൈട്രിക് ഓക്സൈഡ്, ഹിസ്റ്റമിൻ പോലെയുള്ളത് വാസോ ഡയലേറ്റർ ആണ്. ദെൻ ലോക്കലി റിലീസ്ഡ് മെറ്റബോളിക് പ്രൊഡക്ട്സ്. ഇവിടെ റിലീസ് ചെയ്യുന്ന മെറ്റബോളിക് പ്രൊഡക്ട്സ് ഉണ്ട്. ഉദാഹരണം കാർബൺ ഡൈ ഓക്സൈഡ്, ദെൻ ലാക്ടേറ്റ്, ദെൻ H+, അഡിനോസിൻ. ഇതെല്ലാം BP താഴ്ത്താനായിട്ട് സഹായിക്കുന്ന ലോക്കൽ വാസോ ഡയലേറ്ററി ആയിട്ടുള്ള ലോക്കൽ ഹോർമോൺസ് ഒക്കെ. സോ അപ്പോൾ നമ്മൾ പറഞ്ഞത് ബ്ലഡ് പ്രഷർ എങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞത് ലോങ് ടേം മെക്കാനിസം ഉണ്ട്, ഷോർട്ട് ടേം മെക്കാനിസം ഉണ്ട്. ലോങ് ടേമിൽ നമ്മൾ പറഞ്ഞത് റീനൽ മെക്കാനിസം പറഞ്ഞു, ദെൻ ഹോർമോൺസും പറഞ്ഞു. ഷോർട്ട് ടേമിൽ നമ്മൾ പറഞ്ഞത് നെർവസ് മെക്കാനിസം ആണ്, ആൻഡ് പിന്നെ ഉള്ളത് ലോക്കൽ മെക്കാനിസംസ്. ഇതെല്ലാം നമ്മൾ 4 ഹെഡിങ്ങിലാണ് നമ്മൾ എഴുതുക എന്ന് മാത്രം. സോ ദിസ് ഈസ് ദ ബ്ലഡ് പ്രഷർ റെഗുലേഷൻ. 10 മാർക്കിന്റെ ചോദ്യമാണ്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.